Hello friends, welcome to Investing Right. I am Tenny. ഇനി ഏതെല്ലാം ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട്സ് വഴി എങ്ങനെ നമ്മളുടെ ലാർജ് ക്യാപ് അലോക്കേഷൻ നടത്താം. ലാർജ് ക്യാപ് അലോക്കേഷൻ നമ്മൾ ETF നോക്കുന്നില്ല. അപ്പോൾ 60% നമ്മൾ ലാർജ് ക്യാപ്പിൽ എടുക്കുന്നത്. ഏതെല്ലാം ലാർജ് ക്യാപ്പുകളിലാണ് എങ്ങനെയാണ് ഇടാൻ സാധിക്കുക? ഒന്ന് ആക്സിസ് ബ്ലൂ ചിപ്പ്. നമുക്ക് ഇതിൽ തന്നെ റിലയൻസും HDFCയും എല്ലാം ഉണ്ട്. എല്ലാ കമ്പനികളുടെയും അതിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.5 മാത്രമാണ്. ഇതിന്റെ റിട്ടേൺസ് കഴിഞ്ഞ 6 മാസത്തേക്കുള്ളത് 25% കൂടുതൽ റിട്ടേൺ. മിറായ അസറ്റ് ഹെൽത്ത് കെയർ ഫണ്ട് ഫാർമ സെക്ടറിൽ കൂടുതൽ ഒരു ശ്രദ്ധ ഊന്നണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ 1250 കോടി ഫണ്ട് സൈസ് ഉള്ള മിറായ അസറ്റ് ഹെൽത്ത് കെയർ ഫണ്ട് മെയിൻ ആയിട്ടുള്ള ഫാർമ നിഫ്റ്റി കമ്പനീസ് ആണ് ഇതിലുള്ളത്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്, 0.5 ആണ്. കഴിഞ്ഞ 6 മാസത്തിലെ റിട്ടേൺ 27%. ഇത് ഹെൽത്ത് കെയറിലാണ് ഈ ഫണ്ട് മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. അടുത്തതായി ആക്സിസ് മിഡ് ക്യാപ്. ലാർജ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് പോർട്ട്ഫോളിയോ കൂടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം. കാരണം നോക്കൂ, ലാർജ് ക്യാപ് കമ്പനീസ് ഗീവ്സ് കോമ്പൗണ്ടഡ് റിട്ടേൺ, എന്നാൽ മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനീസ് ക്യാൻ ബി ഏണിംഗ് പൊട്ടൻഷ്യൽ വളരെ കൂടുതലുള്ള കമ്പനിയാണ്. ദേ ക്യാൻ ബിക്കം മൾട്ടി ബാഗേഴ്സ് ഇൻ ഫ്യൂച്ചർ. പക്ഷെ അത് സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഒരു പരിമിതിയുണ്ട്. കാരണം 3000-ഓളം കമ്പനികൾ പരന്നു കിടക്കുന്നതിനാൽ നമ്മൾ അതിന് സെലക്ട് ചെയ്തതിനേക്കാളും ഒരു വളരെയധികം അനാലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജറിനെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 8514 crores ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആക്സിസ് മിഡ് ക്യാപ് ഇതിലത്തെ ഒരു നമ്പർ 1. എക്സ്പെൻസ് റേഷ്യോ വെറും 0.4 മാത്രമാണ്. അതായത് നമുക്ക് കൊടുക്കേണ്ട എക്സ്പെൻസ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു വർഷം നമ്മളിൽ നിന്നുള്ള ചാർജസ് വെറും 540 രൂപ മാത്രമായിരിക്കും. 6 months റിട്ടേൺ 30% മിഡ് ക്യാപ് സെക്ഷനിലാണ് വരുന്നത്. മിഡ് ക്യാപ്സ് എന്ന് പറഞ്ഞാൽ അടുത്തതായി ലാർജ് ക്യാപ്പിലേക്ക് മാറാൻ നിൽക്കുന്ന വലിയ കമ്പനികൾ അടങ്ങിയിരിക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ ആ ഒരു ബിസിനസ് പൊട്ടൻഷ്യലും ബിസിനസ് സ്റ്റെബിലിറ്റിയും എന്നാൽ ഹൈ ഗ്രോത്തും എല്ലാം ഒരുമിച്ച് അടങ്ങിയിരിക്കുന്ന ഒരു സെക്ഷനാണ് മിഡ് ക്യാപ് സെഗ്മെന്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്സിസ് മിഡ് ക്യാപ്പിനെ നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തതായി ആക്സിസ് സ്മോൾ ക്യാപ്. 3631 ആണ് ഇതിന്റെ ഫണ്ട് സൈസ്. 0.4 മാത്രമാണ് ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ. 58 സ്റ്റോക്കുകൾ മാത്രമുള്ള വളരെ ഫോക്കസ്ഡ് ഫണ്ടാണിത്. ഫോക്കസ്ഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികമായിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ വെച്ചിരിക്കുന്നത്. അവരുടെ വലിയ HNIs നോക്കൂ, രാകേഷ് ജുൻജുൻവാല, വിജയ് കേഡിയ മുതലായ ഫെബ്രുവരി മുതലുള്ളവരെല്ലാം എങ്ങനെയാണ് വെച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്റ്റോക്കുകളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഒരു സ്റ്റൈലാണ് ആക്സിസ് സ്മോൾ ക്യാപ്പിന്റെ ഫണ്ട് മാനേജർ യൂസ് ചെയ്യുന്നത്. 6 months റിട്ടേൺ 35.5. ഇതൊരു സ്മോൾ ക്യാപ് സെക്ടറിലുള്ള ഫണ്ടാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആദ്യത്തെ പേരുള്ള ഡിജിറ്റൽ ഇന്ത്യ. പല പല സെഗ്മെന്റുകളും പലതരത്തിലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരു ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു സെഗ്മെന്റ് നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. മെയിനായിട്ട് ഇത് IT ഇതുകളാണ്. അതിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് എങ്ങനെ ഉള്ള കമ്പനികൾക്ക്, ഏതെല്ലാം കമ്പനികൾക്ക് അതിൽ നിന്നും ഒരു ബെറ്റർ പൊട്ടൻഷ്യൽ ഉള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. മാനേജർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് നേട്ടം ഉണ്ടാക്കാവുന്ന കമ്പനികൾ. ഫണ്ട് സൈസ് 861 കോടിയാണ്. എക്സ്പെൻസ് റേഷ്യോ 1.1%, കുറച്ച് കൂടുതലാണ്. 6 months റിട്ടേൺ 49% ആണ്. ഇതൊരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. പല മിഡ് സ്മോൾ കമ്പനികളും വേർപെടുന്നു. അടുത്തതായി ABSL MNC ഫണ്ട്. അടുത്ത ബിർള സൺ ലൈഫ് MNC ഫണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസ് വളരെയധികം നമ്മളുടെ മാർക്കറ്റിലുണ്ട്. എന്താണ് മൾട്ടിനാഷണൽ കമ്പനീസ്? ഒരു ഇന്ത്യൻ കമ്പനി വിത്ത് അതിന്റെ ജോഗ്രഫിക്കൽ ടേൺ ഓവർ ഒരു 60% ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഫോറിൻ കമ്പനിയുടെ ഒരു അഫിലിയേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്പനി ഒരു ഫോറിൻ കമ്പനിയുടെ കൊളാബറേഷൻ ആയിട്ടുള്ള കമ്പനികളെയാണ് ഒരു MNC എന്ന് പറയുന്നത്. ആ MNC കമ്പനികളുള്ള പല MNC കമ്പനികളും വളരെ നല്ല MNC കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റിന് യോഗ്യമായിട്ടുണ്ട്. ഇത് ലാർജ് ക്യാപ്പിനേക്കാളും കുറച്ചുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും ഈ കമ്പനികൾ. ഈ കമ്പനിയുടെ വാല്യുവേഷൻസ് ജനറലി വളരെ എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല ഇതിന്റെ ഷെയർ പ്രൈസ് പല കമ്പനികളും വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ ഹണിവെൽ ഓട്ടോമേഷൻ ഏകദേശം 32,000 രൂപയാണ് ഇതിന്റെ ഒരു ഷെയർ പ്രൈസ്. അതിന്റെ ഒരു ഷെയർ വാങ്ങുന്നതിനോട് 32,000 രൂപ കൊടുക്കുമ്പോൾ അതിലുള്ള റിസ്ക്കും കൂടുതലായി വരുന്നു. അതിന് പകരം 32,000 രൂപ ഈ ഒരു ഫണ്ടിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 50ഓളം കമ്പനികളിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്ലൂഡിംഗ് ലെവലിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. MNC കമ്പനികൾ വളരെ നിക്ഷേപയോഗ്യമാണ്. വേൾപൂൾ ഓഫ് ഇന്ത്യ, സനോഫി, ഫൈസർ, അതുപോലെ ജോൺസൺ ഹിറ്റാച്ചി, വെസുവിയസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരുതി, ഇതെല്ലാം ഒരു പരിഗണിക്കാം. ഈ ഒരു കമ്പനിയും മെയിനായി മിഡ് ക്യാപ്സിലാണ്, എന്നാൽ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണത്. അതുപോലെ പരേഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് പല സെഗ്മെന്റ്സിലുമുള്ള മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ആൻഡ് ലാർജ് ക്യാപ്പിലുള്ളതാണ്. 6392 crores ആണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. എക്സ്പെൻസ് റേഷ്യോ 1% ആണ്. 2 വർഷത്തിനുള്ളിൽ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേറൊരു എക്സ്പെൻസ് റേഷ്യോ കൂടെ ഇതിനുണ്ട്.
6 months റിട്ടേൺ 26% ആണ്. വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് ഹൗസ് ആണത്. ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള വാല്യൂ സ്റ്റോക്സിനെ വളരെ നേരത്തെ പിക്ക് ചെയ്യുന്ന ഒരു കഴിവ് ഈ ഫണ്ട് മാനേജറിനുണ്ട്. അത് കാരണം ഈ ഒരു ഫണ്ട് ഹൗസിലും ഒരു നിക്ഷേപം പരിഗണിക്കാവുന്നതാണ്. ആക്സിസ് ലോങ് ടൈം ഇക്വിറ്റി, ടാക്സ് ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡബിൾ ബെനിഫിറ്റ് ടാക്സ് സേവിംഗ് ആൻഡ് വെൽത്ത് ക്രിയേഷൻ നൽകുന്ന ELSS ഫണ്ടുകളിലെ ഏറ്റവും മികച്ച ഒരു ഫണ്ടാണ് ആക്സിസ് ലോങ് ടൈം. 7,180 crores ആണ് ഇതിന്റെ സൈസ്. 0.73 ആണ് എക്സ്പെൻസ് റേഷ്യോ. 3 വർഷത്തേക്കുള്ള ലോക്കിൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇനി നിങ്ങളൊരു 10 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഈ ആക്സിസ് ലോങ് ടൈം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ പല ഒരു മൾട്ടി ക്യാപ് ഫണ്ടാണ്, പല സെഗ്മെന്റ്സിലുള്ള ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് 3 year ലോക്കിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജറിന് കുറച്ചും കൂടി സ്വാതന്ത്ര്യം, അതായത് ഈ ഫണ്ടുകൾ വളരെയധികം നാളുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. 31.8% ആണ് ഇതിന്റെ 6 months റിട്ടേൺ. ഇത് ELSS ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഇതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കമ്പനികളുടെ എല്ലാം ഒന്നുകൂടെ ഞാൻ ഒരു ഇതിട്ടിരിക്കുകയാണ്. ഇതിന്റെ അലോക്കേഷനും എത്ര വേണം എന്ന് കൊടുത്തിരിക്കുന്നു. ആക്സിസ് ബ്ലൂ ചിപ്പ് 50 എന്ന് കൊടുത്തിരിക്കുകയാണ്. ആക്സിസ് ബ്ലൂ ചിപ്പ് കസ് ചെയ്തത് ഇതാണ്. ലാർജ് ക്യാപ് അലോക്കേഷൻസ് ഞാൻ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നു. അത് രണ്ടും കൂടിയിട്ട് 50+10 60% ഏകദേശം എത്തിച്ചിരുന്നു. ഇനി നിങ്ങൾക്ക് വലിയൊരു തുകയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആക്സിസ് ബ്ലൂ ചിപ്പ് മാത്രമല്ല മെറായ എസറ്റ്സ് എമർജിംഗ് ബ്ലൂ ചിപ്പിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ 2 കമ്പനികളിൽ കൂടിയിട്ട് നിങ്ങൾ ലാർജ് ക്യാപ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഓർക്കുക, ഞാൻ മുമ്പ് പറഞ്ഞത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ETF വഴി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് വേണ്ടാത്തവർക്കുള്ള ഒരു ഫണ്ട്സ് വഴി ഇത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മിഡ് ക്യാപ് ഫണ്ട്സിൽ 10%, ആക്സിസ് സ്മോൾ ക്യാപ്പിൽ 10%, PPFAS ഫ്ലെക്സി ക്യാപ്പിൽ 5%, ആക്സിസ് ലോങ് ടൈം ടാക്സ് സേവർ കൂടുതൽ ഫണ്ട് ഉണ്ടെങ്കിൽ വേറെ ഈ ഒരു രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഫണ്ടുകളിലും നിങ്ങൾ നിക്ഷേപിക്കുന്നതാണ് 7%, ആക്സിസ് ഡിജിറ്റൽ ഇന്ത്യ 3%, MNC ഫണ്ട് 5%. അങ്ങനെ ടോട്ടൽ 100% മ്യൂച്വൽ ഫണ്ടിലൂടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. നിങ്ങൾ ബസ് മിസ് ചെയ്തു, വളരെയധികം ബാധ്യതകൾ നിങ്ങൾക്ക് ഇരിക്കുന്നു, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലും മറ്റും ഇട്ടുള്ള ഗ്യാരണ്ടീഡ് ആവുന്നതിനേക്കാൾ കുറച്ചുകൂടി എങ്ങനെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ത്രൂ ഇക്വിറ്റി, അതായത് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനികളിൽ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു റിസ്ക് കുറഞ്ഞ ഒരു അങ്ങനെ പല വിധത്തിലും നമുക്ക് ഇക്വിറ്റിയിലൂടെ തന്നെ ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ അലോക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. Investing right. We help you to organize your investments to save for your retirement life and other major goals. In and out of mutual funds is explained. The taxes associated with them, the importance of taking the fund in the name of your minor child in order to reduce the tax burden, how to invest for your child's education, marriage, how to invest in global companies like Facebook, Google, sitting in India with an ordinary share trading account, how to evaluate a fund, what are the funds selected with such evaluation criteria. We also give an analysis of other products like exchange traded funds, real estate investment trust funds, non-convertible debentures, and stock analysis, especially of holding companies, which holds deep value. No, we don't just cover the definitions, but the in-depth analysis is given, allowing you to take the decisions depending on your risk profile. Share this video with your friends if you find it interesting. Subscribe to our channel. Don't forget to click the bell icon. Come, invest right for a better tomorrow.